അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാദവാർഷിക പരീക്ഷയുടെ 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ലിസാനുൽ ഖുർആൻ ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക, മനസ്സിലാക്കുക. എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറുപടി നൽകപ്പെടും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നംല ഉൽ ഫറാഗ, വിട്ട ഭാഗം നമുക്ക് പൂരിപ്പിക്കാം. ബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് പൂരിപ്പിക്കാം. അതിലൊന്ന് ഹദറൽ ജമീഉ, എല്ലാവരും ഹാജരായി. അതിൽ അൽ ജമീഉ എന്നുള്ളത് എന്താണ്? ഫായിലാണോ മഫ്ഊലാണോ ഫിഅലാണോ? അൽ ജമീഉ എന്നുള്ളത് ഫായിലാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗസല, കഴുകി ഡാഷ് അസിയാബ, വസ്ത്രത്തെ. അവിടെ ബ്രാക്കറ്റിലുള്ളത് അൽ ഉമ്മു, അൽ അബു, അൽ ഉഖ്തു. ഉമ്മ, ഉപ്പ, സഹോദരി. ഇവിടെ ഗസല എന്നാണ് പറഞ്ഞത്. ഗസല എന്ന് പറഞ്ഞാൽ അവൻ കഴുകി, അപ്പോൾ ഒരു പുരുഷനാണ്. ഇവിടെ ഈ ബ്രാക്കറ്റിൽ പുരുഷനായിട്ട് അൽ അബു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗസലൽ അബു സിയാബ എന്നാണ് ആൻസർ. മൂന്നാമത്തത്, തഖ്റഉ ഡാഷ് അൽ ജരീദത. തഖ്റഉ, വായിക്കുന്നു, അൽ ജരീദത, പത്രത്തെ. ബ്രാക്കറ്റിൽ അൽ ജദ്ദു, വല്ലിപ്പ അല്ലെങ്കിൽ പിതാമഹൻ, അൽ ജദ്ദത്തു, വല്ലിമ്മ, അൽ ഉസ്താദ്, ഉസ്താദ്. ഇവിടെ തഖ്റഉ എന്നാണ് പറഞ്ഞത്, അവൾ വായിക്കുന്നു. ഇവിടെ സ്ത്രീലിംഗമായിട്ട് അൽ ജദ്ദത്തു, വല്ലിമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ തഖ്റഉൽ ജദ്ദത്തുൽ ജരീദത്ത എന്നാണ് ആൻസർ. നാലാമത്തത് അൽ ഹബിലു, കയറ്. അത് മജ്ഹൂലാണ്. ഖുതഅ എന്നുണ്ട്, ഖുതിഅ എന്നുണ്ട്, ഖതിഅ എന്നുണ്ട്. ഇവിടെ മജ്ഹൂലാക്കാൻ ഉദ്ദേശിച്ചാൽ, മാദിയായ ഫിൽ മജ്ഹൂലാക്കാൻ ഉദ്ദേശിച്ചാൽ തുടക്കത്തിൽ ലൊമ്മ് കൊടുക്കുകയും അവസാനത്തിന് മുമ്പ് കസ്ർ കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തത് ഖുതിഅ എന്നാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അൽ ഹബിലു ഖുതിഅ, കയറിനെ മുറിക്കപ്പെട്ടു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അലിംതു, ഞാൻ അറിഞ്ഞു അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി. ഡാഷ് അത്വാലിബ നാജിഹുൻ, വിദ്യാർത്ഥി വിജയിച്ചവനാണ്. ഇവിടെ ലൈത്ത എന്നുണ്ട്, ലാക്കിന്ന എന്നുണ്ട്, അന്ന എന്നുണ്ട്. ഇപ്പോൾ അലിംതു എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി, ഞാൻ അറിഞ്ഞു, ഞാൻ ഉറപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഉറപ്പുള്ളൊരു സംഗതിയാണ്. അങ്ങനെ ആകുമ്പോൾ അന്നയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അലിംതു, ഞാൻ അറിഞ്ഞു, അന്ന ത്വാലിബ നാജിഹുൻ, തീർച്ചയായും വിദ്യാർത്ഥി വിജയിച്ചവനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നക്തുബുൽ ജംഅ, ജംഅ എഴുതാനുള്ളതാണ്. ബഹുവചനം എഴുതുക. അതിൽ സായിറുൻ, സായിറുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സുവാറുൻ. രണ്ടാമത് ദലീലുൻ, അതിൻ്റെ ബഹുവചനമാണ് ദലായിലു. മൂന്നാമത്തത് താജിറുൻ, കച്ചവടക്കാരൻ, അതിൻ്റെ ബഹുവചനമാണ് തുജാറുൻ, കച്ചവടക്കാർ. നാലാമത്തത് മൽബസുൻ, വസ്ത്രം, അതിൻ്റെ ബഹുവചനമാണ് മലാബിസു, വസ്ത്രങ്ങൾ. 5 ഖരീബുൻ, അതിൻ്റെ ബഹുവചനമാണ് അഖാരിബ്, അടുത്ത കുടുംബക്കാർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നക്തുബുൽ ജവാബ, ആൻസർ എഴുതാനുള്ളതാണ്, ഉത്തരം എഴുതാനുള്ളതാണ്. അതിലൊന്നാമത്തത് അൽ ഫിഅലു, അൽ ഫിഅലു മാഹുവ, ഫിഅൽ എന്നാൽ എന്ത്? ഫിഅൽ എന്ന് പറഞ്ഞാൽ അൽ ഫിഅലു കലിമത്തുൻ തദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൻ ഖാസിൻ, പ്രത്യേകമാക്കപ്പെട്ടതായ കാലത്തിൽ ഒരു പ്രവൃത്തി കരസ്ഥമാകുന്നതിന് മേൽ അറിയിക്കുന്ന കലിമത്തിനാണ് ഫിഅൽ എന്ന് പറയുക. അതായത് മൂന്നാലൊരു കാലത്തിനോട് യോജിച്ചതായ ഒരു ലഫ്ലിനാണ് ഫിഅൽ എന്ന് പറയുക. പ്രസൻറ്റ്, ഫ്യൂച്ചർ, പാസ്റ്റ്, ഈ 3 കാലത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനോട് യോജിച്ചതിനേക്കാണ് ഫിഅൽ എന്ന് പറയുക. രണ്ടാമത്തത് അൽ ഫായിലു, ഫായിൽ എന്നാൽ എന്ത്? ഇസ്മുൻ മർഫൂഉൻ യദുല്ലു അലാ മൻ വഖഅ മിൻഹുൽ ഫിഅലു, പ്രവൃത്തി സംഭവിച്ചവൻ്റെ മേൽ അറിയിക്കുന്ന റഫ് ചെയ്യപ്പെട്ടതായ ഒരു ഇസ്മിനാണ് ഫായിൽ എന്ന് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, അൽ മുബ്തദഉ മാ ഹുവ, മുബ്തദ എന്നാൽ എന്ത്? മുബ്തദ എന്നാൽ ഇസ്മുൻ മർഫൂഉൻ ഫി അവലിൽ ജുംലത്തുൽ ഇസ്മിയ,
ഇസ്മിയായ ജുംലയുടെ തുടക്കത്തിൽ റഫ് ചെയ്യപ്പെട്ടതായ ഇസ്മ്, അതിനാണ് മുബ്തദ എന്ന് പറയുന്നത്. നാലാമത്തത് അഖവാത്തു ഇന്ന. ഇന്നയുടെ അഖവാത്ത് ഏതൊക്കെയാണ്? ഇന്നയുടെ സഹോദരന്മാർ ആരൊക്കെയാണ്? ഇന്നയുടെ സഹോദരന്മാരാണ് അന്ന, ക അന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. സഹോദരിമാർ കേട്ടോ. ഇന്ന, അന്ന, ക അന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യന് സ്വഹിഹിൽ ഖത്വ, തെറ്റ് തിരുത്താനുള്ളതാണ്. അതിലൊന്ന് ഇന്നല്ലാഹു തവ്വാബൻ, തീർച്ചയായിട്ടും അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. അപ്പോൾ ഇന്നല്ലാഹു എന്നാ പറഞ്ഞു. ഇന്നൻ്റെ അമല് ഇസ്മിന് നസ്ബും ഖബറിന് റഫുമാണ്. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നല്ലാഹ തവ്വാബുൻ എന്നാണ് ശരിയാക്കി എഴുതേണ്ടത്. ഇന്നല്ലാഹ തവ്വാബുൻ. രണ്ടാമത്തതും അതുപോലെ തന്നെയാണ്. ലഅല്ലൽ മരീദു നായിമൻ എന്നാണ്. അപ്പോൾ എഴുതേണ്ടത് ലഅല്ലൽ മരീദ നായിമുൻ, അങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് അഞ്ചാമത്തത് നുഅരിബു, നമുക്ക് അറബിയാക്കാം. തീർച്ചയായും അറിവ് വെളിച്ചമാണ്. അതിൻ്റെ അറബി. അപ്പോൾ അതിൻ്റെ അറബി ഇങ്ങനെയാണ് ഇന്നൽ ഇൽമ നൂറുൻ. ഇന്നൽ ഇൽമ നൂറുൻ, തീർച്ചയായും അറിവ് വെളിച്ചമാണ്. അടുത്തത് കുട്ടി പിതാമഹനെ സന്ദർശിച്ചു. അതിൻ്റെ അറബി സാറ തുഫ്ലുൽ ജദ്ദ. സാറ തുഫ്ലുൽ ജദ്ദ. അടുത്ത ക്വസ്റ്റ്യൻ നുകമ്മിലുൽ ജദ്വല, കോളം പൂർത്തിയാക്കാനുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കോളത്താൽ ജുംലത്തു, ജുംല എഴുതിയതാണ്. അത് മുഴുവനായിട്ട് ജുംല എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ ഫിഅല്. മൂന്നാമത്തെ കോളം അൽ മഫ്ഊലു, മഫ്ഊലാണ് കൊടുത്തിട്ടുള്ളത്, ഫായിലല്ല മഫ്ഊലാണ്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കണം. നാലാമത്തെ കോളമാണ് ഫായില്. അതിൽ ഒന്നാമത്തെ സ്വനാത്തിൽ ഉമ്മ ഉണ്ടാക്കി, ത്വാമൻ ഭക്ഷണം. അപ്പോൾ സ്വനാത്ത് എന്നുള്ള ഉണ്ടാക്കി എന്നുള്ള ഫിയലാണ്. അപ്പോൾ ഫിയല് സ്വനാത്തോടെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ മഫ്ഊല് എന്തിനെ ഉണ്ടാക്കി, ത്വാമൻ. മഫ്ഊലിൻ്റെ ഇറാബ് നസ്ബായിരിക്കും. അത് നോക്കിയാൽ തന്നെ ഏകദേശം മനസ്സിലാവും. ത്വാമൻ അവിടെ കൊടുക്കുക. ലാസ്റ്റത്തിൽ അൽ ഉമ്മയാണ് ഫായില്. ഉമ്മയാണ് ഉണ്ടാക്കിയത്, ഉണ്ടാക്കിയ ആൾ കർത്താവ്, അതുകൊണ്ട് ഫായില്. രണ്ടാമത്തെ ലഖിയ സ്വാലിഹുൻ അൽ അസ്തിഖാ, സ്വാലിഹ് കൂട്ടുകാരെ കണ്ടുമുട്ടി. അപ്പോൾ ലഖിയ എന്നുള്ളതാണ് ഫിഅല്, സ്വാലിഹുൻ ഫായിലാണ്, അസ്തിഖാ മഫ്ഊലാണ്. പക്ഷേ ഇവിടെ എഴുതേണ്ടത് രണ്ടാമത്തെ കള്ളിയിൽ മഫ്ഊലാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അസ്തിഖാ എന്നുള്ളത് രണ്ടാമത്തെ കള്ളിയിലും സ്വാലിഹുൻ എന്നുള്ളത് അവസാന ഫായിലിൻ്റെ കള്ളിയിലുമാണ് എഴുതേണ്ടത്. ലബിസത്ത് സ്വാലിഹത്തു, സ്വാലിഹ ധരിച്ചു, അൽ മലാബിസ വസ്ത്രങ്ങൾ. അപ്പോൾ ലബിസത്ത് എന്നുള്ളത് ഫിഅലിലും സ്വാലിഹത്തു എന്നുള്ളത് ലാസ്റ്റ് കള്ളി ഫായിലും മലാബിസ എന്നുള്ളത് മഫ്ഊലിലുമാണ് എഴുതേണ്ടത്. ഖറഅൽ ഖുർആനൽ അബു, ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെ ആദ്യം മഫ്ഊലാണ് വന്നത്. മഫ്ഊലിൻ്റെ ഇറാബ് നസ്ബാണ്, ഫായിലിൻ്റെ ഇറാബ് റഫാണ്. അതായത് മഫ്ഊലിൻ്റെ ഇറാബ് ഫതഹ്, ഫായിലിൻ്റെ ഇറാബ് ദമ്മ്. അപ്പോൾ ഖറഅൽ ഖുർആന, ഖുർആനിനെ ഓതി, അൽ അബു ഉപ്പ. അപ്പോൾ ഖറഅ എന്നുള്ളത് ഫിഅലിലും അൽ ഖുർആന എന്നുള്ളത് മഫ്ഊലാണ്, മഫ്ഊലിൻ്റെ കള്ളിയിലും അൽ അബു എന്നുള്ളത് ഫായിലാണ്, ഫായിലിൻ്റെ കള്ളിയിലും എഴുതുക. അടുത്തത് സറഅൽ ബഖല മുഹമ്മദൻ. അവിടെ സറഅ എന്നുള്ളത് ഫിഅലിൻ്റെ കള്ളിയിലും ബഖല എന്നുള്ളത് മഫ്ഊൽ മുന്തിച്ച് വന്നതാണ്, അത് മഫ്ഊലിൻ്റെ കള്ളിയിലും മുഹമ്മദൻ എന്നുള്ളത് ഫായിലിൻ്റെ കള്ളിയിലുമാണ് എഴുതേണ്ടത്. അടുത്തത് നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താം. അൽ ബൈത്തു ജദീദുൻ ലാക്കിന്നൽ ബാബ ഖദീമുൻ. അൽ ബൈത്തു ജദീദുൻ, വീട് പുതിയതാണ്. ലാക്കിന്നൽ ബാബ ഖദീമുൻ, എന്നാലും വാതിൽ പഴയതാണ്. ലൈത തുറാബു ദഹബുൻ, മണ്ണ് സ്വർണമായാൽ എത്ര നന്നായിരുന്നു. മൂന്നാമത്തത് അസ്സമാഉ സ്വാഫിയത്തുൻ, ആകാശം തെളിഞ്ഞതാണ്. നാലാമത്തത് സജനൽ മലിക്കു യൂസുഫ് അലൈഹിസ്സലാം,
രാജാവ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തുറുങ്കിലടച്ചു അല്ലെങ്കിൽ ജയിലിലടച്ചു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.